ലൈംഗികാധിക്ഷേപ കേസിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി വ്യവസായി ബോബി ചെമ്മണ്ണൂർ. അറസ്റ്റ് നിയമവിരുദ്ധവും ചട്ടങ്ങൾ പാലിക്കാതെയും എന്നാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ജാമ്യഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഈ അറസ്റ്റ് നിയമവിരുദ്ധം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇങ്ങനെയൊരു വാദം ഇന്നലെ ഉയർത്തിയിരുന്നോ? അതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ നടി തന്നെ വേട്ടയാടുന്നു എന്ന ഇരവാദം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ. അദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും തന്നെ പിന്തുടർന്ന് വേട്ടയാടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. മറ്റൊന്ന്, ഈ പരാതിക്കാരിയുടെ ആക്ഷേപങ്ങൾ അടിസ്ഥാന വിരുദ്ധമാണെന്ന് അയാൾ പറയുന്നു. പരാതിക്കാധാരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പരിപാടിയിൽ പങ്കെടുത്ത നടി തന്നെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. പരാതിയിൽ പറയുന്നതിന് വിപരീതമാണ് ചടങ്ങിൽ നടി പറഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങൾ തെളിവായുണ്ട്. പക്ഷേ അതൊന്ന് പരിശോധിക്കാൻ പോലും മജിസ്ട്രേറ്റ് കോടതി തയ്യാറായില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. പോലീസിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമെന്നാണ് പറയുന്നത്. അതിന് കാരണം തന്നെ തടഞ്ഞു വെച്ച് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത് ഈ വയനാട് നിന്നും. അതും പോലീസ് യൂണിഫോമിൽ പോലും ആയിരുന്നില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിട്ട് 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ നിബന്ധന പോലും പാലിച്ചില്ല എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കുന്നത്. തന്നെ ഇരുട്ടിൽ നിർത്തുന്നതായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് എന്ന ആക്ഷേപവും ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്നുണ്ട്. സാങ്കേതികാർത്ഥത്തിൽ ഇത് കോടതിയിൽ ആ രീതിയിലുള്ള ഒരു വാദം നടത്താനാണ് അഭിഭാഷകർ ശ്രമിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളെ അക്കമിട്ട് നിരത്തിക്കൊണ്ടൊരു ഇടക്കാല ജാമ്യം അത് തരപ്പെടുമോ എന്നാണ് നോക്കുന്നത്. തരപ്പെട്ടില്ലെങ്കിൽ നാളെ ശനിയാണ്, മറ്റന്നാൾ ഞായർ, ഈ 2 ദിവസം അകത്ത് കിടക്കേണ്ടി വരും. തിങ്കളാഴ്ച കേസ് വീണ്ടും എടുത്താൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം ചോദിക്കും. അതിന് സമയം കൊടുത്താൽ പിന്നെയും കിടക്കണം 2 ദിവസം. അങ്ങനെയെങ്കിൽ ഒരു 4-5 ദിവസം ബോബി ചെമ്മണ്ണൂറിന് കാക്കനാട് ജില്ലാ ജയിലിലായിരിക്കും താമസം ഉണ്ടാകാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം ഇടക്കാല ജാമ്യം കിട്ടുമോ ഇല്ലയോ. ഹർജി 1:45 ഹർജി പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നവർ. 535/2025 അതാണ് അതിനിട്ടിരിക്കുന്ന നമ്പർ. 1:45 എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സിംഗിൾ ബെഞ്ചിലാണ് കേസ് വരുന്നത്. ശരി, ചില സാങ്കേതിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകളൊക്കെ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ. 1:45 കോടതി ഹർജി പരിഗണിക്കും.